Hi friends, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ടേസ്റ്റിന്റെ ടിപ്പുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ റേഷനറി വെച്ചിട്ടുള്ള എന്താണ് പറയുന്നത് ഫ്രൈഡ് റൈസും ബിരിയാണിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ച് നമ്മുടെ റേഷനറി വെച്ചിട്ട് സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, അത് വറക്കണ്ട, അത് നമുക്ക് പൊടി പുട്ടിന് കുഴയ്ക്കാൻ അറിയാത്തവർ കൂടുതലും കാണുമല്ലോ. ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികൾ കാണുമല്ലോ, ഇപ്പം ഹോസ്റ്റലല്ലാതെ സെപ്പറേറ്റ് വീടൊക്കെ എടുത്ത് താമസിക്കുന്നവർക്ക് പുട്ട് ഇഷ്ടമുള്ളവർ കാണും. പുട്ടിന് പൊടി നനയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചവർ കാണും. ഇപ്പം തുറന്നു പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു എന്നാ പറയുന്നത് ഈസി ആയിട്ടുള്ള വഴിയാണ് പുട്ടുണ്ടാക്കാനായിട്ട്. നമ്മൾ പൊടി നനയ്ക്കേണ്ട, ഇപ്പം അളവ് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട, കുറഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട, ഈസി ആയിട്ട് സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി കടയിൽ നിന്ന് അരിപ്പൊടി വാങ്ങിക്കാത്തത് കൊണ്ട് ഈ പുട്ടിന് സോഫ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് കിട്ടുമോ എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് 100% ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താഴെ കുഞ്ഞൊരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കുത്തരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കണം. അപ്പോൾ മാക്സിമം ഒരു 2-3 പ്രാവശ്യം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് മുൻപ് കഴുകുന്നതിന് മുന്നേ നല്ലതായിട്ടൊന്ന് പേറ്റുന്നത് നല്ലതായിരിക്കും. കാരണം റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് കഴുകുക, പേറ്റിയിട്ട് കഴുകുക. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം നന്നായിട്ട് അരി കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ അരി കുതിരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള അരി ഏകദേശം റെഡിയായിട്ട് ഉണ്ട്. ഞാൻ സാധാരണ തലേദിവസം ഇട്ട് വെച്ചിട്ടാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വെള്ളം നന്നായിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പുട്ടിൻ്റെ പൊടിയുടെ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പരുവാണിത്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് ഒത്തിരി വലിച്ചു വാരി ചാറിനകത്തോട്ട് ഇടരുത്, അപ്പോൾ പൊടിയാനായിട്ട് പാട് വരും. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല, കാരണം ഓൾറെഡി ഇത് പൊടിഞ്ഞു വെക്കാനുള്ള വെള്ളം ഇതിനകത്ത് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വെള്ളം ചേർക്കരുത്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുക. പിന്നെ ഇച്ചിരി പീരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പുട്ടുകുറ്റിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ പൊടി മുഴുവൻ പൊടിച്ച് പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഒരുമിച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ചേർക്കുമ്പോൾ അത് വെവ്വേറെ ഇതായി പോവും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ പൊടി പുട്ടുകുറ്റിയിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൊടി ഇതുപോലെ പതുക്കെ പുട്ടുകുറ്റിക്കകത്തോട്ട് നിറച്ച് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് തേങ്ങാപ്പീരി ഇടുക, പിന്നെ അതിലേക്ക് പതുക്കെ പൊടി നിറച്ച് കൊടുക്കുക. അപ്പം ഒരുപാടിങ്ങനെ കുലുക്കിയൊന്നും കുളിക്കരുത്, അപ്പോൾ പുട്ട് വേഗം താമസമുണ്ട്. പതുക്കെ ആയിട്ട് നിറച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് കുറ്റിക്കകത്ത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറെ തേങ്ങ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് പതുക്കെ മാറ്റിയെടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ
കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫല്ല കേട്ടോ, ഇത് സോയയുടെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കറി വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ റെസിപ്പി മുമ്പോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് ഇച്ചിരി തേങ്ങാപ്പീരയും കുറച്ച് പുട്ടിൻ്റെ ഇതായിട്ടൊക്കെ എടുത്തിട്ട് ഈ സോയ ചങ്ക്സ് കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത് കണ്ടോ, നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റാണ് പുട്ട് വന്നിരിക്കുന്നത്. നോക്കാം. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതായത് സോയയുടെ ആ ഒരു ടേസ്റ്റും അതുമല്ല നമ്മൾ സാധാരണ പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കാണെങ്കിലും ഇച്ചിരി മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ചില ആൾക്കാർക്ക് ഈ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് കഴിക്കുമ്പോഴത്തേക്കും, അരിപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോഴത്തേക്കിനും നെഞ്ചരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അരിപ്പൊടി കൊണ്ടുള്ള ഒരു വിഭവങ്ങളും പറ്റത്തില്ല, കാരണം നെഞ്ചരിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയാസായിട്ട് കാണുന്നവരെ ഞാൻ നിങ്ങളുടെ പൂജ. ബൈ.